മുത്തിനറിഞ്ഞൂടെ നമ്മക്ക് നിൽക്കാൻ കഴിയില്ല. നിന്റെ മുത്തില്ലാതെ ജീവിക്കാൻ കഴിയില്ല നമുക്ക് അറിഞ്ഞൂടെ. എന്റെ കുട്ടീന്റെ മുഖത്തെ മാറിപ്പോയല്ലോ. എന്തിനു ബാവേജ് ചെയ്തത്? എന്തിനു ബാവേജ് ചെയ്തത്? എന്തിനമ്മ ചെയ്തത്? എന്തിനു സ്വന്തം ചെയ്തത്? അമ്മ നിക്കണത് സമാധാനത്തിലാണ്. നിന്നെ കൊണ്ടുപോകണം മോനെ. തന്നെ സോഷ്യൽ മീഡിയ തുറന്നപ്പോൾ ഫസ്റ്റിലെ കാണുന്ന വീഡിയോ ഇതാണ്. എൻ്റെ അടുത്തും എൻ്റെ ഉമ്മയും എൻ്റെ മാമിയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും മിഴി നിറഞ്ഞു പോയി. കാരണം അമ്മ വിലപിച്ച് വിളിക്കുന്ന കണ്ട, മുത്തേ നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ലെന്ന് അറിയില്ലേ മോനെ. ഒരമ്മയുടെ വിലാപം. എടി നീയൊക്കെ ഈ ശാപം ഇവിടെ കൊണ്ട് തീർക്കും. നിന്റെയൊക്കെ തലയിൽ നിന്ന് ഈ ശാപം പോകും. ഇത് അമ്മയുടെ ശാപം മാത്രമല്ല, ലോകത്ത് ഈ വീഡിയോ കാണുന്ന മുഴുവൻ മനുഷ്യന്മാരും ഒരു മനസ്സിൽ കൈവച്ച് ഒരു നിമിഷം നിന്നെ ശപിച്ചിട്ടുണ്ടാവും. നീ അടക്കമുള്ള ഒരുപാടെണ്ണമുണ്ട് ഇങ്ങനെ വൈറൽ ആകാൻ വേണ്ടി ഈ സൈസ് കോമാളിത്തരം കാണിക്കുന്നവർ. എന്ത് തെമ്മാളിത്തരം കാണിച്ചിട്ടാണെങ്കിൽ നാലാൾ അറിഞ്ഞാൽ മതിയെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യന്റെ ആത്മാഭിമാനത്തെ, അത് സ്വന്തം ഭർത്താവിനെ വരെ ഇങ്ങനെ സമൂഹത്തിന്റെ മുമ്പിൽ നാണം കെടുത്തുന്നവരുണ്ട്. അവരെല്ലാം അറിയാൻ വേണ്ടിയാണ്. ഒരുപാടായി ചെയ്ത് കാട്ടി അവസാനം ഇതുപോലൊക്കെ ഒരു അവസ്ഥയിലെത്തും. രാവിലെ തന്നെ എഴുന്നേറ്റ് നോക്കിപ്പോയി ഫസ്റ്റ് കാണുന്ന ഒരു വീഡിയോ ആണിത്. അപ്പം വല്ലാതെ കണ്ണിന്ന് താനെ വെള്ളം പൊട്ടിപ്പോയി. അപ്പം ഇതൊന്നും നിങ്ങളേലും പങ്കുവെക്കാൻ ഉദ്ദേശിച്ചാണ് ഞാനിത് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു അമ്മൻ്റെ വിലാപമാണ്, അമ്മൻ്റെ ആ സങ്കടം. ഒരു സ്വന്തം മോനങ്ങ് പോകുമ്പം അമ്മമാർക്കുണ്ടാകുന്ന ആ ഒരു പ്രയാസമാണത്. പക്ഷേ ഈ ശാപമൊക്കെ ഈ സ്ത്രീ എങ്ങനെയാണ് ശരീരത്തിൽ നിന്ന് മാറ്റുക? ഇടുത്തി വീഴും തലയിൽ. കാരണം അത്രമാത്രം ഒരു ദയനീയ അവസ്ഥ. ഒരു തെറ്റ് ചെയ്തിട്ട് ഒരു ആൾ ഇങ്ങനെ സംഭവിക്കുകയാണെന്ന് തിരക്കിടില്ല. ഒരു തെറ്റും ചെയ്യാത്തൊരു മനുഷ്യനാണ്. ഇവിടെ അടുത്ത് ബസ്സിൽ നിന്ന് എന്നുള്ളൊരു തെറ്റ് മാത്രമാണ് ആ ഒരു വ്യക്തി ചെയ്തത്. ആ വ്യക്തിയെ മാക്സിമം അപമാനിച്ചും ചെയ്തു. അതൊരു ആത്മാഭിമാനമുള്ള ഏതൊരു പുരുഷനും ഏതൊരു സ്ത്രീക്കും ഇതേപോലെ അപമാനിക്കപ്പെട്ടാൽ ചിലപ്പം സഹിക്കാൻ കഴിയില്ലാന്ന് വരും. ഇതിന് നടക്കുന്ന ആളുകളുണ്ടാവും, അവർക്ക് അത് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ഇത് വല്ലാത്തൊരു ദയനീയ അവസ്ഥ. ഒരു 2 കുട്ടികൾ അനാഥരായി, ഒരു സ്ത്രീ വിധവയായി, ഒരു അമ്മയുടെയും അച്ഛൻ്റെയും അത്താണി അങ്ങ് നഷ്ടപ്പെട്ട്, എല്ലാം കൊണ്ടും ഈ കേരളത്തിൽ 3.5 കോടി മനുഷ്യരും ഈ സിംജിത എന്ന് പറയുന്ന ഈ പെണ്ണിനെ ശപിക്കപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷേ അതിനോട് കൂടെ ഒരു കാര്യം കൂടെ ഇതിലേക്ക് ഇൻട്രീനുമായിട്ട് ലക്ഷ്മി കോണോത്ത് പോലുള്ള കുറേ 2-3 എണ്ണം ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. പക്ഷെ അവരോടും കൂടെ ഒരു വാക്ക്, ഇവിടെ ആരും അത് ദീപക്കിൻ്റെ മതമോ അല്ലെങ്കിൽ സംജിതയുടെ മതമോ നോക്കിയിട്ടില്ല. എല്ലാവരും ഒരേ സ്ഥലത്തിലാണ് ഒരാളെ എതിർക്കുകയും ഒരാൾക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തത്. അതിൽ വേദന അവർക്ക് ആദരാഞ്ജലി വരെ അർപ്പിച്ചാണ് ഈ 3.5 കോടി മനുഷ്യരും നിൽക്കുന്നത്. ഇത് മൊത്തത്തിൽ ആളുകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ സിംജിത എന്ന് പറഞ്ഞ ഈ പെണ്ണ് മൊത്തത്തിൽ കേരളത്തിൽ മൊത്തം ജനങ്ങളുടെ മനസ്സിലും പതിഞ്ഞ് എന്നുള്ളതാണ്. ഒരു നീച ജന്തുവായിട്ട് അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ ആ സ്ഥാനത്ത് എന്തിനാണ് വിഷം കലർത്തുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. വിഷം കലർത്തേണ്ടതാണെങ്കിൽ വിഷം കലർത്തണം, പ്രശ്നമില്ല. പക്ഷേ ഇവിടെ എന്തിനാണ് വിഷം കലർത്തുന്നത്? ഒരാൾ പോലും ഈ സിംജിതക്ക് സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതാണ് ഇവിടെ ഓർക്കേണ്ടത്. ഏതായാലും ആ ദീപക്കിൻ്റെ കുടുംബത്തിന് സമാധാനം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ.